നമസ്കാരം. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തതിൽ പ്രതികരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് വി ഡി സതീശനാണെന്നും അതൊരു പുനരധിവാസ പദ്ധതിയാണെന്നും രാഹുൽ പറഞ്ഞു. വി ഡി സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. പുനർജനി കേസിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ആണ് ശുപാർശ ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ ശുപാർശയടങ്ങിയ റിപ്പോർട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറിയിട്ടുണ്ട്. പുനർജനി പദ്ധതിയുടെ പേരിൽ വിദേശത്ത് നിന്നും ഫണ്ട് പിരിച്ചതിലെ ക്രമക്കേട് CBI അന്വേഷിക്കണമെന്നാണ് വിജിലൻസിന്റെ ശുപാർശ. ഒരു വർഷം മുൻപാണ് മുൻ ഡയറക്ടർ യോഗേഷ് ഗുപ്ത ശുപാർശ ചെയ്തത്. വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. ഒന്നാം വിജയൻ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്കെതിരായി ആരോപണം CPM ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത്, ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെപ്പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടുമെന്നാണ്. പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, അതൊരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ്. ശ്രീ വി ഡി സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷേ അതിൻ്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണെന്നും രാഹുൽ കുറിപ്പിൽ പറയുന്നു. അതേസമയം വിഷയത്തിൽ പ്രതികരിച്ച് മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. CBI അന്വേഷണ നീക്കത്തെ തള്ളിയും പരിഹസിച്ചുമാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. ഓലപ്പാമ്പെന്ന് KPCC പ്രസിഡന്റും ചെപ്പടി വിദ്യയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും UDF വരുമെന്നും ഇതിനൊക്കെ പുല്ലുവിലയാണെന്നും K മുരളീധരൻ പ്രതികരിച്ചു. വയനാട്ടിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിനുള്ള നേതൃസമ്മേളനം നടക്കുമ്പോഴാണ് സർക്കാരിന്റെ നീക്കമെന്നതും ശ്രദ്ധേയമായി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ മുൻതൂക്കം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഗ്രഹിച്ച് കോൺഗ്രസ് അതിനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് വയനാട്ടിൽ 2 ദിവസത്തെ നേതൃസമ്മേളനം ചേരുന്നത്. ആവേശപൂർവ്വം നേതാക്കൾ സമ്മേളനത്തിന് പതാക ഉയർത്താൻ നിൽക്കെയാണ് CBI അന്വേഷണ ശുപാർശ വാർത്ത പുറത്തു വന്നത്. ആദ്യം അങ്കലാപ്പിലായ നേതാക്കൾ പക്ഷേ ഉടൻ തിരിച്ചടിച്ചു. വിഷയത്തിൽ എന്ത് വന്നാലും രാഷ്ട്രീയമായി നേരിടും. ഒരു വർഷം മുൻപത്തെ ശുപാർശയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പ് ആയതിനാലാണെന്നുമാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സർക്കാർ നീക്കം സജീവമാക്കുകയാണ്. 2018-ലെ പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിക്കായി വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നാണ് വിജിലൻസ് പ്രധാനമായും അന്വേഷിച്ചത്. 2023 ജൂണിലാണ് മുഖ്യമന്ത്രി ഈ അന്വേഷണത്തിന് അനുമതി നൽകിയത്. പ്രാഥമിക പരിശോധനയിൽ പണം കൈകാര്യം ചെയ്തതിൽ വിജിലൻസിന് ക്രമക്കേടുകൾ കണ്ടെത്താനായിരുന്നില്ല.